പലപ്പോഴും നമ്മൾ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ബോധപൂർവം വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഉറക്കെ സംസാരിക്കാറുണ്ട്. നമ്മുടെ നിരപരാധിത്വം വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ നമ്മളെ തെറ്റായി ചിത്രീകരിച്ചവർക്ക് മുന്നിൽ ന്യായീകരിക്കാൻ നമ്മൾ കൂടുതൽ ഒച്ചയെടുക്കാറുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ നമ്മുടെ വാക്കുകളേക്കാൾ വലിയൊരു മറുപടി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ചിലപ്പോൾ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കുക എന്നതാണ്. ലോകം മുഴുവൻ നമ്മോട് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ മനഃപൂർവ്വം പുഞ്ചിരിയോടെ ഒരു നിശബ്ദത പാലിക്കുക. അതായിരിക്കും ഏറ്റവും വലിയ ആയുധം. എതിരാളികളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് കളയാൻ നമ്മുടെ മൗനത്തിന് കഴിയും. റോബർട്ട് ഗ്രീനിൻ്റെ ദ 48 ലോ ഓഫ് പവർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആൾവൈസ് സേ ലെസ് ദാൻ നെസസറി. ആവശ്യത്തിൽ കുറവ് മാത്രം സംസാരിക്കുക. വാക്കുകൾ കൂടുമ്പോൾ തെറ്റുകൾ കൂടാനുള്ള സാധ്യതയും മറ്റുള്ളവർക്ക് നമ്മുടെ ബലഹീനത മനസ്സിലാക്കാനുള്ള അവസരവും കൂടുന്നു. എന്നാൽ കുറച്ച് സംസാരിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അധികാരം, പവർ ഓഫ് കൺട്രോൾ നിലനിർത്തുന്നു. മൗനം പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം? മൗനം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വന്തം ഊർജം സംരക്ഷിക്കപ്പെടുന്നു. വാക്കുകൾക്ക് വേണ്ടി തർക്കിക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ വിലയേറിയ മാനസിക ഊർജമാണ് നഷ്ടപ്പെടുന്നത്. പ്രകോപനങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് ഈ ഊർജം ചോർന്നു പോകാതെ സംരക്ഷിക്കാനും അത് കൂടുതൽ ക്രിയാത്മകമായി കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും സഹായിക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ നമ്മെ കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത അത്തരം ആളുകളോട് വീണ്ടും വീണ്ടും സംസാരിച്ച് സമയം കളയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് നമ്മുടെ മാനസിക ഊർജവും സമാധാനവും മാത്രമാണ് നഷ്ടപ്പെടുത്തുക. അതിനാൽ നിങ്ങളുടെ മൂല്യം അറിയാത്തവർക്ക് മുന്നിൽ സ്വയം വിശദീകരിച്ച് സമയം കളയാതിരിക്കുക. പകരം ആ ഊർജം നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായും മാറ്റിവെക്കുക. മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങും. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെക്കാൾ ആവശ്യമുള്ളപ്പോൾ മാത്രം കൃത്യമായി സംസാരിക്കുന്നവരെയാണ് ആളുകൾ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം കൂടുതൽ വില കൽപ്പിക്കാൻ ഇത് കാരണമാകും. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും ചെയ്യാത്ത വ്യക്തികൾക്ക് സമൂഹത്തിലും സൗഹൃദ വലയത്തിലും വലിയ സ്വീകാര്യതയും മൂല്യവും ഉണ്ടായിരിക്കും. നിങ്ങൾ അപൂർവമായി മാത്രം സംസാരിക്കുമ്പോൾ, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചുറ്റുമുള്ളവർ തങ്ങളുടെ സംസാരം നിർത്തി നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം ഇയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് അവർക്ക് ഉറപ്പായിരിക്കും. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാതിരിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം നിങ്ങളെ ഒരു പക്വതയുള്ള വ്യക്തിയായി കാണാൻ തുടങ്ങും. കുറച്ചു സംസാരിക്കുക, എന്നാൽ ശക്തമായി സംസാരിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ മൗനവും വാക്കുകളിലെ കൃത്യതയുമാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് യഥാർത്ഥ മൂല്യം ഉണ്ടാക്കിത്തരുന്നത്. ബന്ധങ്ങളെ തകർച്ചയിൽ നിന്നു രക്ഷിക്കാം. ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് പിന്നീട് സോറി പറയേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നത് വ്യക്തിജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോപത്തിൻ്റെ ആവേശത്തിൽ നമ്മൾ പറയുന്ന കൈപ്പേറിയ വാക്കുകൾ പലപ്പോഴും അടുത്ത ബന്ധങ്ങളെപ്പോലും സ്ഥിരമായി തകർത്ത് കളഞ്ഞേക്കാം. പിന്നീട് എത്ര തവണ മാപ്പ് ചോദിച്ചാലും ആ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ പൂർണ്ണമായും മായ്ച്ചു കളയാൻ കഴിഞ്ഞെന്ന് വരില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം കൃത്യമായി സംസാരിക്കുന്നവർ എപ്പോഴും ഒരു പ്രത്യേക ആകർഷണവും ഗൗരവവും നിലനിർത്തുന്നു. അവർ എപ്പോഴും മിണ്ടാതിരിക്കുന്നവരല്ല, എന്നാൽ സംസാരിക്കുമ്പോൾ അത് അർത്ഥവത്തായതും വിഷയത്തിന് പ്രാധാന്യമുള്ളതുമായിരിക്കും. വളരെ അടുത്ത കൂട്ടുകാരോട് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വർഷങ്ങളുടെ സൗഹൃദം വെറുമൊരു നിമിഷത്തെ സംസാരം കൊണ്ട് ഇല്ലാതാകുന്നു. അതിനാൽ ദേഷ്യം മൂർച്ഛിക്കുന്ന ആ നിമിഷങ്ങളിൽ അല്പം മൗനം പാലിക്കുകയോ ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുക. ദേഷ്യം ശമിച്ച ശേഷം മാത്രം കാര്യങ്ങൾ ശാന്തമായി സംസാരിക്കുക. ഇത് പിന്നീട് വരാവുന്ന വലിയ മാനസിക ബുദ്ധിമുട്ടുകളെയും കുറ്റബോധത്തെയും ഒഴിവാക്കാൻ സഹായിക്കും. ചിന്തിക്കാതെ സംസാരിക്കുന്ന ആ ചെറിയ നിമിഷങ്ങൾ പിന്നീട് വലിയ മാനസിക ബുദ്ധിമുട്ടുകളും തീരാത്ത കുറ്റബോധവുമാണ് സമ്മാനിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ വായ തുറക്കുന്നതിനേക്കാൾ നല്ലത് അല്പം അടച്ചു പിടിക്കുക എന്നതാണ്. മൗനം ഒരു കവചമായി തീരുന്നു. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളും
ഭാവി പദ്ധതികളും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു. ഇത് പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മെ ഉപദ്രവിക്കാനോ നമ്മുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനോ തടസ്സങ്ങൾ സൃഷ്ടിക്കാനോ ഉള്ള അവസരമായി മാറുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയേണ്ടതില്ല. ജീവിതത്തിൽ ഒരു നിശബ്ദമായ സ്വകാര്യത, പ്രൈവസി ഉണ്ടാക്കിയെടുക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷ. നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ വലിയൊരു ലക്ഷ്യം നേടാനോ തയ്യാറെടുക്കുകയാണെന്ന് കരുതുക. അത് മുൻകൂട്ടി എല്ലാവരോടും ചർച്ച ചെയ്താൽ ചുറ്റുമുള്ളവരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങളും നിരുത്സാഹപ്പെടുത്തലുകളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ വഴി. കുടുംബത്തിലെ സന്തോഷങ്ങളോ ചെറിയ പ്രശ്നങ്ങളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആയി അമിതമായി പങ്കുവെക്കുന്നത് പലപ്പോഴും പിന്നീട് മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമായി മാറാറുണ്ട്. 4 ചുവരുകൾക്കുള്ളിലുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സൂക്ഷിക്കുന്നത് ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്തും. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയോ പുതിയ ആസൂത്രണങ്ങളോ എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടാതിരിക്കുക. ആവശ്യത്തിന് മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന വിവരങ്ങളും രഹസ്യങ്ങളും സുരക്ഷിതമായി നിലനിൽക്കും. പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കപ്പെടാൻ മൗനം സഹായിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ നമ്മളിൽ പലരും പരിഭ്രാന്തരായി പോകാറുണ്ട്. ആദിയോടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പരാതിപ്പെടാനും വഴക്കുണ്ടാക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ആ ബഹളങ്ങൾക്കിടയിൽ പ്രശ്നം കൂടുതൽ വഷളാകുകയല്ലാതെ പരിഹരിക്കപ്പെടാറില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി സംസാരിക്കുമ്പോൾ കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുന്നു. എന്നാൽ ആ നിമിഷത്തിൽ അല്പം മാറി നിന്ന് നിശബ്ദത പാലിച്ചാൽ ആ പ്രശ്നത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. മറ്റുള്ളവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ പലപ്പോഴും പരിഹാരത്തേക്കാൾ കൂടുതൽ അപഹാസ്യരാകാനോ മറ്റുള്ളവരുടെ സഹതാപത്തിന് പാത്രമാകാനോ ആണ് അത് കൂടുതൽ ഇടയാവുക. എന്നാൽ മൗനത്തിലൂടെ ലഭിക്കുന്ന സ്വയം ബുദ്ധിയും പക്വതയും ഉപയോഗിച്ച് ആരുടെയും സഹായമില്ലാതെ ആ പ്രതിസന്ധിയെ നിങ്ങൾക്ക് തനിയെ തരണം ചെയ്യാൻ സാധിക്കും. കലങ്ങി മറിഞ്ഞൊരു വെള്ളത്തിൽ കൈയിട്ടിളക്കിയാൽ ചെളി അടിയിലോട്ട് പോവുകയല്ല, പകരം വെള്ളം കൂടുതൽ കലങ്ങുകയാണ് ചെയ്യുക. എന്നാൽ ആ വെള്ളം അനക്കാതെ അല്പം നേരം വെറുതെ വെച്ചാൽ ചെളി തനിയെ അടിത്തട്ടിൽ ഉറഞ്ഞു പോവുകയും വെള്ളം തെളിയുകയും ചെയ്യും. മൗനം എന്ന് പറയുന്നത് കേവലം മിണ്ടാതിരിക്കലല്ല, അത് വലിയൊരു ശക്തിയാണ്. ലോകം മുഴുവൻ നമ്മെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ, നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ തിരിച്ചു സംസാരിക്കാതിരിക്കുക എന്നത് സാധാരണക്കാരുടെ കാര്യമല്ല, അത് പക്വതയുള്ളവരുടെ മാത്രം ആയുധമാണ്. ഓർക്കുക, നിങ്ങളുടെ വിലയേറിയ വാക്കുകൾ എല്ലാവർക്കും മുന്നിൽ വെറുതെ എറിഞ്ഞു കൊടുക്കാനുള്ളതല്ല. ആരൊക്കെ നിങ്ങളെ പ്രകോപിപ്പിച്ചാലും നിങ്ങളുടെ ആന്തരികമായ ശാന്തതയെ തൊടാൻ ആരെയും അനുവദിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ മൗനത്തിന് മുന്നിൽ തോൽക്കാത്ത ഒരു എതിരാളിയുമില്ല. അനാവശ്യമായ തർക്കങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും ഇറങ്ങാതെ നിങ്ങളുടെ ഊർജം നിങ്ങൾക്ക് വേണ്ടി മാത്രം സംരക്ഷിക്കുക.